തൃശൂരിലെ ക്ഷേത്രോത്സവത്തിനിടെ പരസ്യ മദ്യപാനം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വലിയ വിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കിടയിലാണ് പരസ്യ മദ്യപാനം നടന്നത്. മദ്യക്കുപ്പികളുമായി എത്തിയവർ സ്ത്രീകളടക്കമുള്ള ഭക്തർ നിൽക്കുന്നതിനിടയിലെയാണ് മദ്യപാനം നടത്തിയത്. സാരംഗ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. സാരംഗ്, എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്? ഈ സാമൂഹ്യ വിരുദ്ധരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ദൂരി, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിൽ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന വലിയ വിളക്ക് ചടങ്ങിൽ ഒരു കൂട്ടം ആളുകൾ ഇത്തരത്തിൽ എത്തിക്കൊണ്ട് പരസ്യമായിട്ട് മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മദ്യക്കുപ്പികളുമായിട്ട് എത്തിയവർ സ്ത്രീകളടക്കം, അതായത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾ കാണാനായിട്ട് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പരസ്യമായിട്ട് യാതൊരു കൂസലുമില്ലാതെ ആ കുപ്പിയിൽ നിന്ന് മദ്യം കുടിക്കുന്നത് അല്ലെങ്കിൽ മദ്യപിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയർന്നു വരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ സമയത്ത് സ്ത്രീകളും മറ്റു പുരുഷന്മാരും ഉൾപ്പെടെയുള്ളവർ അവരെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും യാതൊരുവിധ കൂസലുമില്ലാതെ അവർ വീണ്ടും മദ്യപാനം തുടരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അവർ ന്യായീകരിക്കുന്നുണ്ട്. മദ്യമല്ല കുടിച്ചത്, വെള്ളമാണ് കുടിച്ചത് എന്ന തരത്തിൽ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് കാണാൻ കഴിയും. എന്നാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വരുന്നുണ്ട്. ഇവരെ കണ്ടെത്താനും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. സിന്ദൂരി, ശരി, വ്യക്തമാണ് സാരംഗ്. എന്തായാലും പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ വലിയ വിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കിടയിലാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ പരസ്യമായ മദ്യപാനം നടത്തിയത്.